ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ്സ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മളുടെ രജിസ്ട്രേഷനും രജിസ്ട്രേഷനും ലേറ്റസ്റ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്നാണ്, എങ്ങനെയൊക്കെയാണ്, ആർക്കൊക്കെയാണ് അത് ചെയ്യാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരു പേടിയാണ്. യൂണിവേഴ്സിറ്റി പരീക്ഷ പാസ്സാവോ, കുറച്ച് കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടാണോ എന്നുള്ള ഒരുപാട് സംശയങ്ങളാണ് സ്റ്റുഡൻസിനുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്പാരിറ്റീവ്ലി എല്ലാ യൂണിവേഴ്സിറ്റിയും പോലെ തന്നെയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി. അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ പ്രത്യേകിച്ച് എളുപ്പമോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്തായാലും ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മളുടേതായ ഒരു എഫേർട്ട് ഇടുകയാണ് എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ യൂണിവേഴ്സിറ്റി എക്സാം സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഒരുപാട് സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് എൻക്വയറി ചെയ്യുന്നുണ്ട്, ഇനി അഡ്മിഷൻ കിട്ടുമോ, അഡ്മിഷന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നോ, ക്ലോസ് ചെയ്തായിരുന്നോ, രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓൺലൈൻ എക്സാം അതുപോലെ ODL എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് ഈ എക്സ്റ്റൻഷൻ വന്നിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിനെ ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിപ്ലോമ പോലുള്ള പ്രോഗ്രാമാണ്. അവരുടെ ഡേറ്റ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ബാക്കി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ആൻഡ് രജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതെന്നാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്, എന്ന് വരെയാണ് എന്നുള്ള ഡീറ്റെയിൽ ആണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഫോർ January 2025 ഫ്രഷ് അഡ്മിഷൻ. അതായത് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ്, ഇപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തിട്ട്, ഇപ്പോൾ നമുക്കറിയാം നാഷണലൈസ്ഡ് വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്, അതുകൊണ്ട് തന്നെ ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പുതുതായിട്ട് ഇഗ്നു യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വരുന്ന സ്റ്റുഡൻസിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 15th March 2025. അതായത് മാർച്ച് 2000, ഈ മന്ത് 15-ാം തീയതി 2025. അപ്പോൾ ഈ മന്ത് 15-ാം തീയതി വരെയാണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കരുത്, കാരണം യൂണിവേഴ്സിറ്റി ഒരുപാട് തവണയായി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. പിന്നെ ഒരു എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ മാക്സിമം ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് മസ്റ്റായിട്ടും എത്രയും വേഗം തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ODL ആൻഡ് ഓൺലൈൻ മോഡ്, അപ്പോൾ ODLും ഓൺലൈൻ മോഡിലും ചൂസ് ചെയ്തിരുന്ന സ്റ്റുഡൻസിന് മാത്രമാണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്, എക്സെപ്റ്റ് ഫോർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം. നേരത്തെ പറഞ്ഞ പോലെ ഡിപ്ലോമ കോഴ്സുകൾക്കൊന്നും ഇതുപോലെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കണം, മറക്കരുത്, ഫ്രഷ് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഓൾറെഡി ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കണം. അതായത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഓരോ അക്കാദമിക് ഇയറിലും, അതായത് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ സെമസ്റ്ററിലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള സ്റ്റുഡൻസിൻ്റെ ഡേറ്റ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഓൾറെഡി ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് നെക്സ്റ്റ് രജിസ്ട്രേഷൻ്റെ ഡേറ്റ് ആണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്നാന്ന് നമുക്ക് നോക്കാം. ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് January 2025 രജിസ്ട്രേഷൻ. അതായത് January 2025ലേക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട സ്റ്റുഡൻസ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് 15th March 2025 ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും, അതായത് രജിസ്ട്രേഷൻ ആയാലും രജിസ്ട്രേഷൻ ആയാലും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് March 2025 വരെയാണ്. ഈ മന്ത് 15th ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ അവർ മറക്കരുത്. ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് റിസൾട്ട് വരാനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. റിസൾട്ട് വന്നിട്ട് ചെയ്യാം, എങ്ങനെയാണ് നോക്കിയിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ലേറ്റ് ആവും തോറും നിങ്ങളുടെ ഓരോ വർഷമാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ടൈം കളയാതെ തന്നെ ഉടനെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയറിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ നിങ്ങളുടെ ഒരു 6 മാസം അല്ലെങ്കിൽ 1 year നിങ്ങൾ വേസ്റ്റ് ആക്കേണ്ടി വരും.
അപ്പോൾ ഒന്നും കൊണ്ടും നിങ്ങൾ ഡിലേ ആക്കരുത്. രജിസ്ട്രേഷൻ്റെ സമയത്തായാലും രജിസ്ട്രേഷൻ്റെ സമയത്തായാലും കറക്റ്റായിട്ട് അവർ പറയുന്ന യൂണിവേഴ്സിറ്റി പറയുന്ന ഡേറ്റിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക. ബാക്കി പ്രൊസീജിയറും ചെയ്യുക. നിങ്ങൾ പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കുക. അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇഗ്നു യൂണിവേഴ്സിറ്റി ക്രാക്ക് ചെയ്യാനും ഉണ്ടാവില്ല. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു മാർച്ച് 15th ആണെന്ന് പറഞ്ഞു. മാക്സിമം പോയാൽ മാർച്ച് 13th വരെയാണ് സാധാരണ യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാറ്. പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 15 തന്നെയാണെന്ന് വിചാരിച്ച് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം. അതുപോലെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലാസ്റ്റ് മൊമെന്റിലേക്ക് ഒരു കാരണവശാലും വെക്കരുത്. ഇപ്പോൾ മാർച്ച് 15th എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു മാർച്ച് 10th ആകുമ്പോഴത്തേനും നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. നമുക്കറിയാം സൈറ്റ് ഇഷ്യൂ, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, നമുക്കറിയാം ഇതൊക്കെ ഓൺലൈൻ കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിലോട്ട് വെയിറ്റ് ചെയ്യാതെ ഒരു 10th ആകുമ്പോഴത്തേനും നിങ്ങളെല്ലാം നിങ്ങളുടെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും വളരെ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുക. പഠിക്കാൻ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റും ചൂസ് ചെയ്യുക. ഇഗ്നു യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പുറമേയുള്ള സ്റ്റുഡൻസിന് അവർക്ക് ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം നമ്മുടെ സ്റ്റുഡൻസ് ടെൻഷൻ ആവേണ്ട കാരണം നിങ്ങൾക്ക് ഭാവിയിലോട്ട് യൂസ്ഫുൾ ആവുന്നതും അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള സബ്ജക്റ്റാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ പുറമേയുള്ള സ്റ്റുഡൻസും ശ്രദ്ധിക്കുക, നമുക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന സബ്ജക്റ്റുകൾ മാത്രം ചൂസ് ചെയ്യുക. നമുക്ക് പഠിക്കാൻ നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ പഠിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ. ഈ കാര്യങ്ങളൊന്നും മറക്കരുത്. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആധാർ കാർഡുമായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ലിങ്ക് ചെയ്യണം. അത് ഇതുവരെയായിട്ടും ചെയ്യാത്ത സ്റ്റുഡൻസ് എത്രയും വേഗം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതുണ്ടെങ്കിൽ മാത്രമാണ്, കാരണം EBC ഐഡിയും DB ഐഡിയുടെയും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആധാർ കാർഡായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം. അപ്പോൾ അതൊന്നും ചെയ്യാത്ത സ്റ്റുഡൻസ് എത്രയും വേഗം അത് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് എത്രയും വേഗം നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ രജിസ്ട്രേഷനും രജിസ്ട്രേഷനും കുറിച്ചുള്ള ഓൾമോസ്റ്റ് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നമ്മൾ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് ഉടൻ തന്നെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക്